നമസ്കാരം. കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വയോധികർ, അതോടൊപ്പം തന്നെ വിധവകൾ, ഭിന്നശേഷിക്കാർ, മറ്റ് വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായിട്ടുള്ള സാധാരണക്കാർ എന്നിവരെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ള ഒരു പുതിയ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ സംസ്ഥാന സർക്കാർ നൽകി വരുന്ന പ്രതിമാസ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആകാംക്ഷയും കാത്തിരിപ്പും നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഓണക്കാലം അടുത്ത് നിൽക്കുന്ന ഈ വേളയിൽ പെൻഷൻ തുക അത് കൃത്യസമയത്തെ കൈകളിലേക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിലൊക്കെ എല്ലാവർക്കും വലിയ സംശയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ ആശങ്കകൾക്കെല്ലാം തന്നെ വിരാമം വിട്ടുകൊണ്ട് വരും ദിവസങ്ങളിൽ തന്നെ വിതരണം ആരംഭിക്കുന്നതിനുള്ള ഏറ്റവും പുതിയ നടപടികളിലേക്ക് സംസ്ഥാന ധനകാര്യ വകുപ്പ് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. സാമ്പത്തിക പ്രയാസങ്ങൾക്കിടയിലും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ഓണാഘോഷങ്ങൾക്ക് തടസ്സം വരാതിരിക്കാൻ പെൻഷൻ കൃത്യമായിട്ട് വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അടിയന്തരമായി തന്നെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പെൻഷൻ തുക സമയബന്ധിതമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ വൻ തുക കണ്ടെത്താൻ സംസ്ഥാന സർക്കാർ പ്രത്യേക സാമ്പത്തിക ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മുംബൈ ഫോർട്ട് ഓഫീസിലുള്ള ഇ കുബേർ എന്ന പ്രത്യേക ഡിജിറ്റൽ ബാങ്കിംഗ് സംവിധാനം വഴി സംസ്ഥാന സർക്കാർ 2200 കോടി രൂപയുടെ കടമെടുപ്പ് വിജയകരമായിട്ട് ഇപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് സംസ്ഥാനത്തുണ്ടാകുന്ന വൻ സാമ്പത്തിക ബാധ്യതകളും പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള അടിയന്തര ചെലവുകളുമൊക്കെ മുൻനിർത്തിയാണ് ഈ തുക വിപണിയിൽ നിന്നും സമാഹരിച്ചിരിക്കുന്നത്. നിലവിലെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കടമെടുപ്പ് പരിധി ഇതോടെ ഉയർന്നുവെങ്കിലും ജനക്ഷേമ പദ്ധതികൾ മുടങ്ങാതിരിക്കാൻ ഈ തുക അത്യന്താപേക്ഷിതമായിരുന്നു. ഫണ്ട് അക്കൗണ്ടിൽ ലഭ്യമായതോടെ പെൻഷൻ വിതരണത്തിനുള്ള തുക അതത് വകുപ്പുകളിലേക്ക് കൈമാറുന്നതിനുള്ള ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവ് ധനവകുപ്പ് ഉടൻ തന്നെ പുറപ്പെടുവിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിലവിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ തുകയുടെ കാര്യത്തിൽ ഗുണഭോക്താക്കൾക്കിടയിൽ തന്നെ ചില ആശയക്കുഴപ്പങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. നിലവിൽ പെൻഷൻ ഇനത്തിൽ സംസ്ഥാനത്ത് കുടിശ്ശികകളൊന്നും തന്നെ ഇല്ല എന്നതും എടുത്തു പറയേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിലും ഈ ഓണക്കാലത്ത് ഗുണഭോക്താക്കൾക്ക് സാധാരണ ലഭിക്കാറുള്ള ഓഗസ്റ്റ് മാസത്തെ 2000 രൂപ മാത്രം നൽകിയാൽ മതിയോ, അതോ സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുക കൂടി അത് മുൻകൂറായിട്ട് അഡ്വാൻസ് നൽകിക്കൊണ്ട് ആകെ 4000 രൂപ വീതം എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്ക് എത്തിക്കണമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോൾ ധനകാര്യ വകുപ്പിൽ അവസാനഘട്ട ചർച്ചകളൊക്കെ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ ഓണക്കാലത്ത് ഒന്നിലധികം മാസങ്ങളിലെ പെൻഷൻ തുക ഒരുമിച്ച് നൽകിയ ചരിത്രമുള്ളതിനാൽ തന്നെ ഇത്തവണയും ഉയർന്ന തുക ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സാധാരണക്കാരായിട്ടുള്ള പെൻഷൻകാർ കഴിയുന്നത്. ഇതിന്മേലുള്ള അന്തിമ തീരുമാനം അത് വരുന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പെൻഷൻ തുക കൈപ്പറ്റുന്നതിന് പ്രധാനമായിട്ടും 2 മാർഗ്ഗങ്ങളാണ് സംസ്ഥാനത്ത് ഉപയോഗിച്ചു വരുന്നത്. വിതരണ ഉത്തരവ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ പെൻഷൻ വാങ്ങുന്നവരുടെയൊക്കെ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക കൃത്യമായിട്ട് എത്തുവാൻ പരമാവധി 2-3 ദിവസത്തെ സമയം മാത്രമേ ആവശ്യമായി വരികയുള്ളൂ. എന്നാൽ ബാങ്ക് അക്കൗണ്ട് വഴി അല്ലാതെ സഹകരണ സംഘങ്ങളിലെ ഉദ്യോഗസ്ഥർ നേരിട്ട് വീടുകളിൽ എത്തിച്ചു നൽകുന്ന രീതിയിൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് തുക പൂർണ്ണമായിട്ട് കൈകളിൽ ലഭിക്കാൻ കുറഞ്ഞത് 7 മുതൽ 10 ദിവസങ്ങൾ വരെയൊക്കെ തന്നെ സമയം എടുക്കാറുണ്ട്. വരും മാസങ്ങളിൽ കിടപ്പ് രോഗികൾ ഒഴികെയുള്ള മുഴുവൻ ആളുകളുടെയും പെൻഷൻ വിതരണം പൂർണ്ണമായിട്ടും ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാക്കാൻ സംസ്ഥാന സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. എങ്കിലും നിലവിലുള്ള ഈ ഓണക്കാലത്ത് തടസ്സങ്ങളൊക്കെ തന്നെ ഒഴിവാക്കാൻ മുൻപത്തെ പോലെ തന്നെ സഹകരണ സംഘ ജീവനക്കാർ വഴി നേരിട്ട് വീടുകളിലേക്ക് പെൻഷൻ എത്തിക്കുന്ന നിലവിലെ രീതി തന്നെ തുടരുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പെൻഷൻ വാങ്ങുന്നവർ നിർബന്ധമായിട്ടും പൂർത്തിയാക്കേണ്ട വാർഷിക മസ്റ്ററിംഗ് പ്രക്രിയയെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ വലിയ സംശയങ്ങളൊക്കെ തന്നെ നിലനിന്നിരുന്നു. നിലവിൽ സംസ്ഥാനത്തെ എല്ലാ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും പെൻഷൻ ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്ന വാർഷിക മസ്റ്ററിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ മുൻപ് അനുവദിച്ചിട്ടുള്ള അവസാന തീയതി സെപ്റ്റംബർ 30 അതിനാൽ തന്നെ നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കാത്തവർക്ക് ഈ ഓണക്കാലത്തെ പെൻഷൻ തടസ്സപ്പെടും എന്ന രീതിയിലൊക്കെ തന്നെ പ്രചരിക്കുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണ്. സെപ്റ്റംബർ അവസാനം വരെ സമയപരിധി ഉള്ളതിനാൽ തന്നെ മസ്റ്ററിംഗ് ഇതുവരെ പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്കും നിലവിലെ ഓണം പെൻഷൻ അത് അക്കൗണ്ട് വഴിയോ അല്ലെങ്കിൽ നേരിട്ട് കൈകളിലേക്ക് എത്തുന്ന രീതിയോ അതിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ കൈപ്പറ്റാൻ സാധിക്കുന്നതാണ്. ഓണത്തിന് മുൻപായി തന്നെ സംസ്ഥാനത്തെ മുഴുവൻ ആളുകളിലേക്കും പെൻഷൻ തുക എത്തുവാൻ സമയം വളരെ പരിമിതമാണ് എന്നതിനാൽ തന്നെ അടുത്ത 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിതരണം ആരംഭിക്കുന്നതാണ്. വിതരണ നടപടികൾ വൈകിയാൽ ഓരോ വീടുകളിലും നേരിട്ടെത്തി തുക കൈമാറുന്ന പ്രക്രിയ ഓണത്തിന് മുൻപ് പൂർത്തിയാക്കാനായിട്ട് സഹകരണ സംഘം ജീവനക്കാർക്ക് കടുത്ത പ്രയാസം നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക തീയതി അതോടൊപ്പം തന്നെ പ്രഖ്യാപനമൊക്കെ തന്നെ വരും മണിക്കൂറുകളിൽ തന്നെ ഉണ്ടായേക്കും. പെൻഷൻ തുക നൽകുന്നതിന് ആവശ്യമായ തുക മുഴുവനായിട്ട് സംസ്ഥാന സർക്കാർ വായ്പ വഴി സമാഹരിച്ച് കഴിഞ്ഞ സാഹചര്യത്തിൽ തുക വിതരണം ചെയ്യുന്നതിൽ ഇനി മറ്റ് തടസ്സങ്ങളോ കാലതാമസമോ ഉണ്ടാകില്ല എന്ന കാര്യം ഉറപ്പാണ്. ധനവകുപ്പിൽ നിന്നും പെൻഷൻ വിതരണം സംബന്ധിച്ച കൃത്യമായിട്ടുള്ള ഉത്തരവുകൾ അതോടൊപ്പം തന്നെ ഔദ്യോഗികമായിട്ടുള്ള തീയതി മറ്റ് ഔദ്യോഗിക മാർഗ്ഗനിർദ്ദേശങ്ങൾ തന്നെ പുറത്തു വരുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ നിങ്ങളെ വരും മണിക്കൂറുകൾ തന്നെ അറിയിക്കുന്നതായിരിക്കും. ഈ പ്രധാന അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, നിങ്ങൾക്ക് പരിചയമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്കും എല്ലാം തന്നെ ഷെയർ ചെയ്യുക. മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.